ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇതാ കസിൻസിന്റെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒടുക്കം നടക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ ഞങ്ങളുടെ ട്രിപ്പ് വയനാട്ടിൽ നിന്നും മാറ്റി പിടിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇത്തവണ പോകുന്നത് കക്കടാംപൊയിലേക്കാണ്. ചോട്ടാസ് കുറേ ഉള്ളത് കൊണ്ട് കുറച്ചധികം കെയറിങ് വേണ്ടി വരും. കസിൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വൈബാണ്. എല്ലാവരും ഒന്നിച്ച് അടിച്ചു പൊളിച്ച് ഒരു ദിവസമല്ല 2 ദിവസമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ബാമയോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങളിതാ ട്രാവലറിൽ കയറുവാണ്. സ്റ്റാർട്ടിംഗ് ടൈം 6 മണിയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കെട്ടിപ്പെറുക്കി വന്നപ്പോഴേക്കും സമയം 7 മണി കഴിഞ്ഞു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പാർസലാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സ്ഥലത്ത് തന്നെ ഞങ്ങൾ നിർത്തി. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു റോഡ് സൈഡിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന എക്സ്പീരിയൻസ് അതൊരു കിടിലൻ പരിപാടിയാണ് കേട്ടോ. ഇതെൻ്റെ സ്വന്തം ചേച്ചി, അതിന് താഴെ ഇരിക്കുന്ന ചെക്കൻ ഏതോട്ടെ ഭയങ്കര ഡാൻസറാണ് കേട്ടോ. ഡാൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡാൻസ് അല്ല കേട്ടോ, കിടിലൻ ഡാൻസറാണ്. കാണുന്ന പോലെയല്ല, സൂപ്പറാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി അടിപൊളി സ്ഥലം തന്നെയാണ് കിട്ടിയത്. എല്ലാവർക്കും മരത്തിൻ്റെ മേലെ ഇരുന്ന് നല്ലോണം ആസ്വദിച്ച് ഫുഡ് കഴിക്കാം. ഇന്നത്തെ ഫുഡ് വടയും ഇഡലിയുമാണ്. ഇത് നമ്മുടെ സ്വന്തം ഏകക്കുട്ടി, അടുത്തത് ആദൂട്ടെ, അതിനപ്പുറത്തത് കുഞ്ഞാറ്റ, അതിനപ്പുറത്ത് പൊന്നൂശും. എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇതാണ് നമ്മുടെ തക്കുടു മൈൻഡ് ആക്കുന്നില്ല കേട്ടോ, ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ഗൗരവമാണ് കേട്ടോ. നീ എന്തിനാണ് എന്റെ വീഡിയോ എടുക്കുന്ന ഭാവത്തിലാണ് തക്കുടു ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഉണ്ണിമോള്. ഇത് നമ്മുടെ അല്ലൂസ് ഒരു ഹായ് പറ. അല്ലൂസ് നാണം വന്നിട്ട് പോയി. ജനിത്തും ദർശിത്തും ഫുഡ് വിളമ്പുന്ന ഭയങ്കര തിരക്കിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ട്രാവലർ കയറി നല്ലൊരു കിഡിലും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി പോവാണ്. അതിനു മുൻപേ എല്ലാവരും കയറി ഒന്ന് എണ്ണൊക്കെ എടുത്തോട്ടോ, ആരും മിസ്സായി പോകരുത്. എന്നേക്കാൾ വലിയ ട്രൈപോഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് ഹെവിയാണ്. കുരിശുമലയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ജീപ്പ് ട്രക്കിംഗ് ആണ്. ഇതിന് താഴെ ജീപ്പ് ഉണ്ട്. അതിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ നല്ല റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും നമ്മൾ അതിൽ കുറച്ചുകൂടി മുകളിലോട്ട് കയറി. അവിടെ നിന്ന് കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടി. റേറ്റ് കുറഞ്ഞു എന്ന് വെച്ചാൽ അത്ര കുറവൊന്നുമല്ല കേട്ടോ, 800 രൂപയാണ് അവിടെ നിന്ന് പറഞ്ഞത്. താഴെ നിന്നാണെങ്കിൽ 1000 രൂപയാണ് പറഞ്ഞത് ഒരു ജീപ്പിന്. ഞങ്ങൾ 2 ജീപ്പിലാണ് പോയത്.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെ ജീപ്പ് കയറേണ്ടതാണ്. ഈ ഒരു വഴി കാണുന്നില്ലേ, അതിലെ താഴോട്ടേക്ക് ഇറങ്ങേണ്ട വേറൊരു വഴിയുണ്ട്, അതിലാണ് ശരിക്കും പോകേണ്ടത്. അത് ഇവര് ഭയങ്കര ഉഡായിപ്പാണ് കേട്ടോ. അപ്പോൾ 1600 രൂപയാണ് അവരെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഉഡായിപ്പാണ് കേട്ടോ. ഈ ജീപ്പ് ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ട്രക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നിയില്ല, ജസ്റ്റ് ഒരു മലമുകളിൽ ജസ്റ്റ് ഒന്ന് കയറുന്നത് പോലത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ട്രക്കിംഗ് വൈബുള്ള റോഡുകളൊക്കെ അവര് മാറ്റിയിട്ട് നോർമൽ റോഡിലേക്ക് കൂടിയാണ് ജീപ്പ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഒരു വൈബില്ലായിരുന്നു. ജീപ്പുകാർ വെറും ഉഡായിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമുള്ള ഈ ഒരു കയറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. എപ്പോൾ വേണേലും താഴേക്ക് വീഴുന്നുള്ള ഒരു പേടിയിലാണ് കയറിയത്. അതെന്താന്ന് വെച്ചാലേ പൂഴി പോലെ ഒരുപാട് മണ്ണ് സ്ലിപ്പായി പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണിത്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഒരു പിടുത്തമുള്ള ഒരു കല്ലും ഇത് ഗ്രിപ്പുള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ബാക്കി ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര പൂഴി പോലെ മണ്ണിങ്ങനെ ഊരി പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഞാനൊക്കെ 2 തവണ ഊരിപ്പോയി. ഷൂ ഇട്ടത് കൊണ്ട് തന്നെ എനിക്കത്ര ഗ്രിപ്പ് കിട്ടിയില്ല. ഞാൻ വീണാലും എൻ്റെ ഫോണ് വീഴരുതേ എന്നൊരു തോട്ടിലായിരുന്നു ഞാൻ ഈ മലമുകളിൽ കയറിയത്. ഫോണ് വീണാൽ പിന്നെ എല്ലാം പോയില്ലേ. ഈ ട്രൈപ്പോഡും വെച്ച് മലമുകളിൽ കയറുന്ന എന്നെ സമ്മതിക്കണം. ഇപ്പം വീഴും എന്നുള്ള ഒരു ചിന്തയായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നമ്മൾ ഈ നട്ടുപൊരിയുന്ന വെയിലത്താണ് ഈ നടക്കുന്നത് കേട്ടോ. പിന്നെ അതും ഏപ്രിൽ മാസം ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട, കരിഞ്ഞുണങ്ങി ഒരു പരുവത്തിലായിപ്പോവും. പിന്നെ വെയിലിൻ്റെ ചൂട് കൊണ്ട് ക്ഷീണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്ഷീണമായിരിക്കും. ഒടുക്കം നമ്മളിതാ മുകളിലെത്തിയിരിക്കുന്നു ഗായ്സ്. മുകളിലൊരു കാറ്റൊക്കെ ഉണ്ട്, ചെറിയൊരു തണുപ്പ്, പറയാനായിട്ട് അത്രയില്ല. പിന്നെ ഈ മാസല്ലേ, സൂര്യൻ അങ്ങ് ഉച്ചയിൽ നിൽക്കല്ലേ. ഈ സ്ഥലത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിലേ നല്ല ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ വന്നാൽ സൂപ്പറായിരിക്കും. മഞ്ഞുകൊണ്ട് കണ്ണ് കാണൂല. ഈ നട്ടുപ്പൊരി വെയിലത്തൊക്കെ വന്നിട്ട് ഇവിടെ എന്ത് കാണാനാണുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മലയും ഒരു കുന്നും. എന്നാലും ഒരു കുന്നൊക്കെ കയറി വരുന്നേരമുള്ള ഒരു എക്സ്പീരിയൻസ് അത് സൂപ്പറാണ്. ജീപ്പുകാരുടെ തട്ടിപ്പാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അതുകൊണ്ട് ഇതൊന്ന് മ്യൂട്ടാക്കാന്ന് കരുതി. ഇത് നമ്മുടെ ട്രാവലറിൻ്റെ ഡ്രൈവറാണ്. ട്രാവലർ ബിഷാര ട്രാവലറാണ്. നല്ല കിടിലൻ ട്രാവലർ, അടിപൊളി വൈബാണ്. ഞാനതിൻ്റെ ഷോർട്സ് ഇട്ടായിരുന്നു. നല്ല ഒരു എന്താ പറയുക, ലേസറും അതിൻ്റെ ലൈറ്റിങ്ങും ഒരു എന്താ പറയുക ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്. ഇത് നമ്മുടെ സ്വന്തം പ്രജോട്ടൻ. പിള്ളേരൊക്കെ പൊളിച്ചടുക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ചൂടത്ത് നടക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിടിലനായതുകൊണ്ട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുന്നുണ്ട്.